ശാസ്താംകോട്ട ക്ഷേത്രത്തിൽ ആറാട്ടുകടവിലെ അനധികൃത നിർമ്മാണം തടഞ്ഞ ഹൈക്കോടതി. അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഹൈക്കോടതി താൽക്കാലിക സ്റ്റേ നൽകി. ആറാട്ടുകടവിലെ അനധികൃത നിർമ്മാണം ജനം TV വാർത്തയാക്കിയിരുന്നു. ശാസ്താംകോട്ട സ്വദേശി മഹേഷ് മണികണ്ഠൻ നൽകിയ ഹർജിയിലാണ് കോടതിയുടെ നടപടി. 28-ന് മന്ത്രിമാരായ MP രാജേഷ്, മുഹമ്മദ് റിയാസ് എന്നിവരെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിക്കാനിരിക്കെയായിരുന്നു ഈ നീക്കം. വിവരങ്ങളുമായി കൊല്ലത്തു നിന്നും M മനോജ് ചേരുന്നുണ്ട്. മനോജ്, ജനം TVയുടെ ഒരു നിർണായക ഇടപെടൽ എന്തായാലും താൽക്കാലിക ആശ്വാസമല്ലേ? തീർച്ചയായും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ ഈ ശാസ്താംകോട്ട ശാസ്താ ക്ഷേത്രത്തിലെ ആറാട്ടുകടവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഈ അനധികൃത നിർമ്മാണത്തെപ്പറ്റിയും അവിടെ നടന്ന ഭക്തജന പ്രക്ഷോഭത്തെ പറ്റിയും ഒക്കെ ജനം TV വാർത്തയാക്കിയിരുന്നു. ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്, അതായത് ഹൈക്കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ള ഹർജിയിലാണ് ഈ ഒരു നടപടി, ഈ സ്റ്റേ നൽകിയിട്ടുള്ളത്. 2023-ലാണ് ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ആറാട്ടുകടവിലെ കൽപ്പടകൾ നവീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയത്. ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഈ ആറാട്ടുകടവിൽ തന്നെ ഇരിപ്പിടങ്ങളും അതോടൊപ്പം തന്നെ അവിടെ ഒരു ഓപ്പൺ ഓഡിറ്റോറിയവും, ജലമുഖം എന്നുള്ള പേരൊക്കെ ഇട്ട് ഒരു ഓപ്പൺ ഓഡിറ്റോറിയം ഒക്കെ നിർമ്മിച്ചു. ചുവപ്പ് നിറത്തിലൊക്കെ ഒരു ഓപ്പൺ ഓഡിറ്റോറിയം അവിടെയുണ്ട്. അത്തരത്തിൽ മറ്റ് പല പ്രവർത്തനങ്ങളും, അതായത് ഈ സ്ഥലത്ത് തന്നെ കൂടുതൽ ആളുകൾ വരുന്നു, ലഹരി സംഘങ്ങൾ ഉൾപ്പെടെ എത്തുന്നു എന്നുള്ള പരാതി ഉയർന്നിരുന്നു. ഇതിന് പിന്നാലെ തന്നെയാണ് ഈ ദേവസ്വം ബോർഡിനോട് ഭക്തജനങ്ങൾ ആവശ്യപ്പെട്ടത് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇവിടെ നിന്ന് പൊളിച്ചു നീക്കണമെന്നുള്ളത്. എന്നാൽ ദേവസ്വം ബോർഡ് അതിനുവേണ്ട നടപടികളൊന്നും സ്വീകരിച്ചില്ല. ഈ ആറാട്ടുകടവ് പവിത്രമായി സൂക്ഷിക്കണം എന്നുള്ളത് തന്നെയായിരുന്നു ഭക്തജനങ്ങളുടെയൊക്കെ ആവശ്യം. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഈ ഭക്തർ കോടതിയെ സമീപിച്ചിരുന്നു. കോടതിയെ സമീപിച്ച ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി എന്നുള്ളതാണ്. അതായത് ഈ ആറാട്ടുകടവ് എന്നുള്ളത് ക്ഷേത്രത്തിൽ നിന്നും ഈ ആറാടുവാൻ വേണ്ടി, അതായത് ഈ കായലിലേക്ക് കൊണ്ടുവന്ന് അവിടെ നിന്നും തിരിച്ചു കൊണ്ടുപോകുന്ന ഈ ഒരു സ്ഥലം, ആ സ്ഥലമാണ് കൃത്യമായും പവിത്രമായി സൂക്ഷിക്കണമെന്ന് ഭക്തജനങ്ങൾ ആവശ്യപ്പെടുന്നത്. എന്നാൽ ഇതൊരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റുവാനുള്ള ഒരു ശ്രമമായിരുന്നു നടന്നത്. 28-ാം തീയതി മന്ത്രിമാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഈ ഉദ്ഘാടന ചടങ്ങൊക്കെ വയ്ക്കുവാനായിരുന്നു. അതിനുവേണ്ടി ഒരു സംഘാടക സമിതി വരെ അവിടെ കൂടിയിരുന്നു. അതിൻ്റെ പ്രവർത്തനങ്ങൾ തുടർന്നു വരവെയാണ് ഈ ശാസ്താംകോട്ട സ്വദേശിയായിട്ടുള്ള മഹേഷ് മണികണ്ഠൻ സമർപ്പിച്ച ഹർജിയിൽ ഇന്ന് ഹൈക്കോടതി അത് സ്റ്റേ ചെയ്തുകൊണ്ട് ഉത്തരവിറക്കിയത്. R കൃഷ്ണരാജാണ് അഭിഭാഷകനായി ഹൈക്കോടതിയിൽ ഹാജരായിട്ടുള്ളത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധം തന്നെയാണ്. കഴിഞ്ഞ ദിവസമൊക്കെ നാമജപ യാത്ര, അത് നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്, നാമജപ യാത്രയൊക്കെ നടന്നിരുന്നു ഈ ക്ഷേത്രത്തെ സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ട്. മറ്റൊരു കാര്യം, ഈ ക്ഷേത്രത്തിൽ തന്നെ സ്വർണ്ണ കൊടിമരം അവിടെ നിന്നും മാറ്റിയതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നിലനിൽക്കുകയാണ്. ഈ ഒരു സമയത്ത് തന്നെയാണ് ഈ ആറാട്ടുകടവിൽ ഇത്തരത്തിലുള്ള അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങൾ, അത് CPM ഭരിക്കുന്ന ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടന്നു വന്നതും. എന്തായാലും താൽക്കാലികമായ ഒരു ആശ്വാസം തന്നെയാണ്. ഇപ്പോൾ ഹർജിക്കാരൻ മണികണ്ഠൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. നമസ്തേ. ഇപ്പോൾ നീതി ലഭിച്ചോ എന്ന ചോദ്യം ഇവിടെ അപ്രസക്തമാണെങ്കിലും ഒരു താൽക്കാലിക ആശ്വാസം അല്ലേ അനധികൃത നിർമ്മാണത്തിന്? അതെ, തീർച്ചയായിട്ടും നമുക്ക് സമാശ്വസിക്കാനുള്ള വകയുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം ഒരു 2-3 മാസമായിട്ട് ഇതിന്റെ പുറവിലായിരുന്നു. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ ഡിവിഷൻ ബെഞ്ചിൽ ഹർജി ഫയൽ ചെയ്തായിരുന്നു. അപ്പൊ ഇന്നിപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന വിവരം എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു ഫർദർ ആക്ടിവിറ്റീസുകളൊന്നും അവിടെ പാടില്ല എന്നും അവിടെ ഉദ്ഘാടനം പാടില്ല എന്നുമാണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി പറഞ്ഞേക്കുന്നത്. ഈ ആറാട്ടുകടവിൽ ഒരുപാട് സാമൂഹ്യ വിരുദ്ധർ അഴിഞ്ഞാടുന്നു എന്നൊരു വിവരം കൂടി ജനം TV പുറത്തുവിട്ടിരുന്നു. എന്താണ് താങ്കൾക്ക് അതിനെപ്പറ്റി പറയാനുള്ളത്? അതെ, നമ്മുടെ ശാസ്താംകോട്ട ക്ഷേത്രത്തിന്റെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അധീനതയിൽപ്പെട്ട സ്ഥലമാണ്. അപ്പം ഭഗവാന്റെ ഈ ക്ഷേത്രത്തോട് തന്നെ അത്രയും പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ് ഈ ആറാട്ടുകടവ്. അവിടെ ഈ സാമൂഹിക വിരുദ്ധ പ്രവർത്തികളും അതേപോലെ സാമൂഹിക വിരുദ്ധ പ്രവർത്തികൾ ശക്തമായിരുന്നു അവിടെ. അതേപോലെ തന്നെ അവിടെ ഈ ക്ഷേത്രത്തിന്റെ പടികൾ നവീകരിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ദേവസ്വം ബോർഡ് അനുമതി കൊടുത്തിട്ടുള്ളത്. അപ്പൊ അതിന്റെ മറവിൽ ഈ പടികളിൽ മൊത്തവും ബെഞ്ചുകൾ പണിഞ്ഞു വെക്കുകയും നമ്മുടെ മറൈൻ ഡ്രൈവിലെ പോലെ അതേ രീതിയിലാണ് അവിടെ പ്രവർത്തികൾ ഇപ്പൊ നടന്നു വന്നുകൊണ്ടിരുന്നത്. അതുപോലെ പിന്നെ നമ്മുടെ എന്താ പറയണ്ടേ, വെജിറ്റേറിയൻ അല്ലാത്ത നോൺ വെജിറ്റേറിയൻ ആയിട്ടുള്ള ആഹാരങ്ങൾ അവിടെ വിളമ്പുകയും അതേപോലെ അവിടെ വെച്ച് കൊണ്ടുവന്ന് കഴിക്കുകയും അവിടെ മദ്യപരും അതേപോലെ തന്നെ മയക്കുമരുന്ന് ശക്തികൾ അവിടെ പിടിമുറുക്കിയിരിക്കുകയായിരുന്നു. അതിനു വേണ്ടിയിട്ട് എല്ലാവിധ കാര്യങ്ങളും തുറന്നു കൊടുത്തിരിക്കുകയായിരുന്നു ഈ ജില്ലാ പഞ്ചായത്ത്. എല്ലാ ഒത്താശയും ജില്ലാ പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്ന് പറഞ്ഞുണ്ടായിരുന്നു. അതെ, അപ്പൊ ഇത്തരം പ്രവർത്തികൾ ഈ അധികൃതരുടെ ശ്രദ്ധയിൽ താങ്കൾ പെടുത്തിയില്ലേ? ഇത് അധികൃതരുടെ ഭാഗത്ത് നിന്ന് ക്ഷേത്ര ഉപദേശക സമിതി ഉൾപ്പെടെയുള്ളവർ അന്ന് പരാതിപ്പെട്ടിട്ടുണ്ടായിരുന്നു. അന്ന് നമ്മൾ ഇത് ബന്ധപ്പെട്ട അധികാരികളുടെ മുന്നിൽ എത്തിച്ചതുമാണ്, ദേവസ്വം ബോർഡിന്റെ മുന്നിൽ എത്തിച്ചതാണ്. അതേപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇത് ക്ഷേത്രവുമായി ബന്ധമില്ല എന്ന് പറഞ്ഞു വരുത്തിക്കൊണ്ട് ഈ ക്ഷേത്രത്തിന്റെ ആറാട്ടുകടവല്ല, ഇത് പൊതുസ്ഥലമാണെന്നാണ് ഈ ഇടതുപക്ഷം ഭരിക്കുന്ന ജില്ലാ പഞ്ചായത്തും അതേപോലെ ശാസ്താംകോട്ടയിലെ CPIM ഒക്കെ പ്രാദേശികമായിട്ടുള്ള നേതാക്കന്മാർ പറഞ്ഞിട്ടുള്ളത്.
പക്ഷേ സെറ്റിൽമെന്റ് രജിസ്റ്റർ, ലാൻഡ് രജിസ്റ്റർ എല്ലാം പരിശോധിച്ചപ്പോൾ ശാസ്താംകോട്ട ക്ഷേത്രത്തിന്റെ അധീനതയിൽപ്പെട്ട ഭൂമിയാണെന്ന് തെളിഞ്ഞിട്ടുള്ളതിന്റെ പേരിലാണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയെ സമീപിച്ചിട്ടുള്ളത്. ശരി, നന്ദി ശ്രീ മനോജ് മണികണ്ഠൻ. ഇപ്പോൾ നമ്മളോടൊപ്പം മനോജ് ചേരുന്നുണ്ട്. മനോജ്, എന്താണ് കൂടുതൽ വിവരങ്ങൾ? തീർച്ചയായും ഹർജിക്കാരനായിട്ടുള്ള മഹേഷ് മണികണ്ഠനാണ് നമ്മളോടിപ്പോൾ സംസാരിച്ചത്. കൃത്യമായിട്ടുള്ള രേഖകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഹൈക്കോടതിയുടെ ഈ ഒരു നടപടി. ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം തന്നെ സൂചിപ്പിച്ചിരുന്നു, ഈ ആറാട്ടുകടവ് ക്ഷേത്രത്തിൻ്റെതല്ല എന്ന് വരുത്തി തീർക്കുവാനുള്ള ശ്രമങ്ങൾ പല വിധത്തിൽ നടക്കുന്നുണ്ട്. ഇതിനിടയിലാണ് ഈ ഭക്തജന പ്രക്ഷോഭം ശക്തമായത്. ഈ ഒരു സാഹചര്യത്തിൽ ഭക്തർക്ക് ആശ്വസിക്കാമെന്നുള്ള രീതിയിൽ തന്നെയാണ് ഹൈക്കോടതിയുടെ ഈ ഒരു നടപടിയെ കാണാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും നിലവിൽ ഈ നിർമ്മാണ പ്രവർത്തനങ്ങളെന്ന് പറഞ്ഞിരിക്കുന്നത് പടികൾ നവീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് 2023 തുടങ്ങിയ നിർമ്മാണ പ്രവർത്തനം. ഈ പടികളിലൊക്കെ ഇരിപ്പിടങ്ങൾ നിർമ്മിക്കുകയും അതോടൊപ്പം തന്നെ ഓപ്പൺ ഓഡിറ്റോറിയം, ജലമുഖം എന്നുള്ള പേരിട്ട ഒരു ഓപ്പൺ ഓഡിറ്റോറിയം ഈ ക്ഷേത്ര ആറാട്ടുകടവിന് സമീപം നിർമ്മിച്ചു വെച്ച് അവിടേക്ക് കൂടുതൽ ടൂറിസ്റ്റുകളെ ആകർഷിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനം. അത്തരത്തിൽ ക്ഷേത്രത്തിൻ്റെതായിട്ടുള്ള ഭൂമി, അതായത് ഈ രേഖകളെല്ലാം കാണിച്ചിരിക്കുന്നത് പോലെ ക്ഷേത്രത്തിൻ്റെ അധീനതയിലുള്ള ഈ ഭൂമി അത് കയ്യേറ്റം നടത്തിക്കൊണ്ട് അവിടെ മറ്റ് അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് അവിടെ ഭക്തർ ആവശ്യപ്പെടുമ്പോൾ അവർക്ക് നേരെ മുഖം തിരിച്ചുകൊണ്ട് ഉള്ള ഒരു നടപടിയായിരുന്നു സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. ദേവസ്വം ബോർഡ് കൃത്യമായ ഒരു നിലപാട് എടുത്തില്ല എന്നുള്ളതാണ്. നിരവധി തവണ പരാതി പറഞ്ഞിട്ടും ദേവസ്വം ബോർഡ് ഈ അനധികൃത നിർമ്മാണങ്ങൾ പൊളിച്ചു നീക്കുവാനോ അല്ലെങ്കിൽ മറ്റ് നടപടികളിലേക്ക് കടക്കുവാനോ തയ്യാറായിരുന്നില്ല. എന്തായാലും ആ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ അവിടെ നിന്നും പൊളിച്ചു നീക്കി അതൊരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റുവാനുള്ള ഈ പ്രവർത്തനത്തെ തടയണമെന്ന് തന്നെയായിരുന്നു ഭക്തജനങ്ങളുടെ എക്കാലത്തെയും ആവശ്യം. അതിനി തുടർന്ന് വന്നു കഴിഞ്ഞാൽ വലിയ പ്രക്ഷോഭം ഉണ്ടാകുമെന്നും ഭക്തർ അറിയിച്ചിരുന്നു. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ നേരത്തെ തന്നെ വാർത്ത നൽകിയിരുന്നു. അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ, ലഹരി സംഘങ്ങളൊക്കെ അവിടെ വന്ന് അതൊക്കെ ഭക്തർക്ക് വലിയ ബുദ്ധിമുട്ടായി മാറുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഈ ശാസ്താംകോട്ട കായലിനോട് ചേർന്നാണ് ഈ ആറാട്ടുകടവ് ഈ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ. അതായത് ക്ഷേത്രത്തിൽ നിന്നും റോഡ് ക്രോസ് ചെയ്ത് നേരെ ഈ ആറാട്ടുകടവിലേക്ക് ഇറങ്ങാൻ പറ്റും. അതിനു വേണ്ടിയിട്ടുള്ള പടവുകൾ അവിടെ നിർമ്മിച്ചിട്ടുണ്ട്. ആ പടവുകൾ നവീകരിക്കുന്നതിൻ്റെ പേരിലാണ് പിന്നീട് നടന്നിട്ടുള്ള ഈ നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം. എന്തായാലും കോടതിയുടെ ഇടപെടൽ അത് 2 ആഴ്ചത്തേക്കാണെന്ന് മനസ്സിലാക്കുന്നുണ്ട്. ഇതിനിടയിൽ ഉദ്ഘാടനം നടത്തി അവിടെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കി അവിടെ കൂടുതൽ ആളുകളെയൊക്കെ കൊണ്ടുവന്ന് വരുമാനം സൃഷ്ടിക്കുവാനുള്ള ഒരു ശ്രമമൊക്കെയാണ് നടന്നതെന്ന് മനസ്സിലാക്കുന്നു. എന്തായാലും നിലവിൽ ഉള്ള സാഹചര്യത്തിൽ ഈ ഹൈക്കോടതി നടപടി എടുത്തിരിക്കുന്നു, ഹൈക്കോടതി സ്റ്റേ നൽകിയിരിക്കുന്നു. ഇനി മറ്റ് നിയമ പോരാട്ടങ്ങളുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് അവിടെയുള്ള ഭക്തരൊക്കെ അറിയിച്ചിട്ടുള്ളത്.